അല്ല, ഏതായാലും ഇക്കുറി ഈ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്കുള്ള റോഡുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്തു. അതായത് ഞാൻ ഗവൺമെൻറ് വന്നപ്പോഴേ കോൺഫറൻസെല്ലാം വിളിച്ചു കൂട്ടി ഒക്ടോബർ 31 മുഴുവൻ അതായത് കോടതി പറഞ്ഞ കണക്ക് 25 റോഡാണ് മെയിനായിട്ടുള്ളത്. ആ 25 റോഡും ചെയ്യണം പറഞ്ഞു. 26 റോഡ് 31 കൃത്യമായിട്ട് ചെയ്തു, നല്ലപോലെ ചെയ്തു. അയ്യപ്പന്മാർ ഒരുപാട് പേര് ഫോണിൽ തന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഗംഭീര ഏറ്റവും നന്നായി നടക്കുന്നതാണ്. ഞാൻ കടകംപള്ളിയോട് പറഞ്ഞു, കടകംപള്ളി ഞാൻ റോഡാണ് സുധാകരൻ സാർ ഏറ്റവും നന്നായിട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് 7 വർഷത്തേക്ക് റോഡ് നിർമ്മിക്കാൻ പോകും. ഇപ്പം ജനുവരി ചർച്ച തുടങ്ങും ഇത്തവണ. കോൺട്രാക്റ്റ് ഈ 25 റോഡാണ്, 26 റോഡാണ് ഞങ്ങൾ എടുക്കുന്നത്. അനുബന്ധ റോഡൊക്കെ പഞ്ചായത്തിൻ്റെയൊക്കെ അത് പിന്നെ അതായത് കാലത്ത് പൈസ തന്നില്ല. ഇത്തവണ ഒറ്റ പൈസ തന്നില്ല. അനുബന്ധ റോഡ് നയ പൈസ തന്നില്ല. UDF ഗവൺമെൻറ് എല്ലാ വർഷവും പൈസ തന്നത്. അനുബന്ധ റോഡെന്ന് പറഞ്ഞ് 100-300 റോഡുണ്ട്. ഒരു 10-40 കോടി രൂപ വേണം, തന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ ഉപയോഗിച്ച് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിൻ്റെ എൻ്റെ ഫണ്ടുണ്ടല്ലോ അത് കുറച്ച് ചെയ്തു. ശബരിമല അനുബന്ധ റോഡ് പൈസ ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയത്തില്ല. 10 പൈസ തന്നില്ല. എന്താണെന്ന് നമുക്കറിയില്ല. 10 പൈസ എന്നുള്ള വ്യക്തമായി പറയാതിരിക്കാൻ പറ്റുമോ? അല്ലാതെ പക്ഷേ CM-ൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. CM-നെ ശ്രദ്ധപ്പെടുത്തി CM അത് തരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങ് വിട്ടു ആ കേസ്. കാരണം റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കൊണ്ട് ഞാൻ ചെയ്തല്ലോ. പക്ഷേ ആ പൈസ എനിക്ക് വേറെ ഉപയോഗിക്കാനിത് കൃത്യമായിട്ട് തരേണ്ട പൈസയാണ്. അത് പൈസ കിട്ടിയില്ല. പക്ഷേ മറ്റേ പൈസ കിട്ടി. ഈ 26 റോഡ് പണിയാനുള്ള പൈസ കൃത്യമായി ധനകാര്യ വകുപ്പിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് അത് ഭംഗിയായിട്ട് പണിഞ്ഞു, കൃത്യസമയത്ത് പണിഞ്ഞു. മറ്റേത് ഇപ്പോഴും റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ജനുവരി വരെയും പണിഞ്ഞുകൊണ്ടിരിക്കും. അയ്യപ്പന്മാരൊരു ഭാഗത്തോടെ പോകും. അതൊന്നും ഉണ്ടായില്ല, ഭംഗിയായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ 26 റോഡുകളും 3 വർഷത്തെ ഗ്യാരണ്ടി. 3 വർഷത്തേക്കാണ് റോഡ് കേടാവാതെ കിടക്കുന്നത്. ആ കോൺട്രാക്ടർ അതിന് 3 വർഷത്തോടെ എന്തെങ്കിലും ഉണ്ടായ അയാളുടെ സ്വന്തം പൈസ കൊണ്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞ് 4 വർഷം മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഇതേ കോൺട്രാക്റ്റൊക്കെ തന്നെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിന് വേറൊരു തുക കൊടുക്കും. അങ്ങനെ 4, 3, 7 വർഷം. അത് അടുത്ത വർഷം അങ്ങനെ ചെയ്താൽ പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശബരിമല റോഡിന് 10 പൈസ മുടക്കണ്ട. അങ്ങനെ പോളിസിയിലേക്ക് വരാൻ പോവുക. എല്ലാ റോഡും ഇനി അങ്ങനെ ആക്കാൻ പോവാം. കേരളത്തിലെ എല്ലാ PWD റോഡും 3 വർഷം ഗ്യാരണ്ടിയും 4 വർഷം മെയിൻ്റനൻസും വെച്ച് 7 വർഷം ആക്കാൻ പോകും. റോഡിൻ്റെ നിർമ്മാണത്തിലൊക്കെ ഒരുപാട് എന്താ പറയുക എഞ്ചിനീയറിംഗ് എസ്തെറ്റിക്സ് കൊണ്ടുവരണം. ഒരു എസ്തെറ്റിക്സ് വേണ്ടി ഇപ്പോൾ ഒന്നുമില്ല. കെട്ടിടമായാലും റോഡായാലും എല്ലാവരും പഴയ അതെല്ലാം മാറ്റണം. റോഡിന് ഓട വേണം, ഓടയ്ക്ക് സ്ലാബ് വേണം. സ്ലാബ് റോഡിൽ നിന്ന് പൊങ്ങി നിൽക്കരുത്. അത് ഭംഗിയായ റോഡ് പോലെ തന്നെയാണ്. മുകളിൽ കൂടെ വണ്ടി ഓടാൻ, സൈക്കിൾ പോകാൻ, കാരണക്കാർക്ക് പോകാം. സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പോകാൻ സ്ഥലം വേണം. അങ്ങനെ വീതിയുള്ള റോഡുകളെല്ലാം അങ്ങനെ ആക്കാൻ പോകും. ജനങ്ങൾ സഹകരിക്കാൻ പോകണം. റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എല്ലാം കൊണ്ട് റോഡിൽ വെക്കുക, ചുമ്മാ കഴിയുക, അതൊക്കെ പ്രയാസമാണ്. എല്ലാവരുടെ സഹകരണം വേണം. അങ്ങനെ സഹകരണം ഉണ്ടെങ്കിൽ വലിയ മാറ്റം. ഇപ്പം തന്നെ മാറ്റം ഉണ്ടായി തുടങ്ങി. ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഒരു മാറ്റമുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചവരൊന്നും വന്നിട്ടില്ല. 6 മാസത്തിലെ പൈസ വേണം. നല്ല പൈസ വേണം. നല്ല പൈസ ഉണ്ടെങ്കിൽ ലാഭമാണ്. സൗന്ദര്യമൊക്കെ റോഡിന് നല്ല സൗന്ദര്യം ഉണ്ടാവണം. പാലത്തിൻ്റെ കൈവരികൾ പോലും മനോഹരമായ ഡിസൈനാണ്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറ്റം ഉണ്ടാവണം. എന്നാലേ നമ്മൾ ആധുനികതയിൽ എത്തിയെന്നൊക്കെ പറയാൻ പറ്റും. നാട്ടിൽ ഒത്തിരി കാര്യമുണ്ട്, ഒത്തിരി വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ റോഡ് ഇറങ്ങാൻ വയ്യ. വൃത്തികെട്ട റോഡുകൾ. നല്ലൊരു വീട് പണിഞ്ഞു, മുറ്റം മുഴുവൻ ചെളി, അങ്ങനെ ഇരിക്കും. ഈ തരത്തിലുള്ള ഒരു സൗന്ദര്യബോധം മലയാളികളിൽ നിന്ന് അപ്രത്യക്ഷമായിപ്പോയി. അത് തിരിച്ചു കൊണ്ടുവരാൻ റോഡിൻ്റെ നിർമ്മാണം ഉപകരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഞ്ചിനീയറിങ്ങിനും പ്രാധാന്യം വരും. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എസ്തെറ്റിക് സയൻസ്, എസ്തെറ്റിക് കൺസ്ട്രക്ഷൻ സയൻസാണ്. കോൺട്രാക്ടർമാർക്കാണ് അക്കാഡമി തുടങ്ങുമ്പോൾ പഠിപ്പിക്കാൻ. കോൺട്രാക്ടറിലെയോ പണിയുന്ന വാസ്തവത്തിൽ ആ കോൺട്രാക്ടർമാർക്ക് എങ്ങനെയാണ് റോഡ് നിർമ്മിക്കണമെന്ന് പഠിപ്പിക്കാൻ അക്കാഡമി. കോൺട്രാക്ടറുടെ കീഴിലെ തൊഴിലാളികൾ നിശ്ചിത രംഗത്തെ പ്രൊഫഷണലാക്കണം. അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ പോകും. കാരണം ആത്യന്തികമായി നമ്മുടെ റോഡ് പണിയുന്ന കോൺട്രാക്ടർ ഈ തൊഴിലാളിയും കൂടിയാണ്. ഈ തൊഴിലാളി കുഴപ്പക്കാരനാണെങ്കിൽ റോഡ് പോയി. ശരിയല്ലേ? അപ്പോൾ മൊത്തത്തിൽ ഇത് വേണം. ഇതൊക്കെ ഒരു ഗവൺമെൻറ് ആദ്യമായിട്ടാണ് ചിന്തിക്കുന്നത്. കുറച്ച് പണം എനിക്കുണ്ടെങ്കിൽ ഞാനിതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും. എനിക്ക് പണമില്ല. നമുക്ക് പണം ഉണ്ടാക്കാൻ സ്വന്തമായി അധികാരമില്ല വകുപ്പിന്. കുറച്ച് പണം വായ്പ എടുക്കാൻ അനുവദിച്ചെങ്കിൽ എനിക്കധികം പണമൊന്നും വേണ്ട. ഒരു വർഷം എനിക്ക് 5000 കോടി രൂപ മതി. 25,000 കോടി രൂപയുണ്ടെങ്കിൽ കേരളത്തിലെ സകലമാന റോഡ് ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരും. ഏതായാലും താങ്കളുടെ ഈ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ. വളരെയധികം നന്ദി. സന്തോഷം.